ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. നമുക്കറിയാം നമ്മുടെ +2 മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നിരിക്കുകയാണ്. ടൈം ടേബിൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 30 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. 17-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്ത് 4-5 ദിവസത്തിനുള്ളിൽ നമ്മളെ കംപ്ലീറ്റ് എക്സാം കഴിയുന്ന ഒരു സ്റ്റാർട്ടിങ് എൻഡിങ് ഒരേപോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനത്തെ ഒരു എക്സാമാണ് നമുക്ക് മോഡൽ എക്സാം. അതെല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ ഈ ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു എന്നല്ല. എല്ലാ വർഷവും മോഡൽ എക്സാം എന്ന് പറയുന്നത് വിത്തിൻ 1 വീക്കിൽ അവസാനിക്കുകയും പിറ്റത്തെ വീക്കിൽ നിങ്ങൾ കടക്കുന്നത് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ പേടിക്കേണ്ട സമയമായിരിക്കുകയാണ്. നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യാനും ഭയപ്പെട്ട് പഠിക്കാനും എൻ്റെ റിസൾട്ട് ആലോചിക്കാനൊക്കെയുള്ള ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 30 ദിവസം എന്ന് പറയുന്നത് 1 മന്ത് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ ഡേറ്റ് ജനുവരി 13 ആണ്. അടുത്ത മാസം 17-ാം തീയതി നമ്മൾ മോഡൽ എക്സാമിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിച്ചു തുടങ്ങണം, ഗൗരവമായി തന്നെ പഠിച്ചു തുടങ്ങണം. മിസ് ഇവിടെ പറയുന്നത് എല്ലാ സബ്ജക്റ്റും എങ്ങനെ ഒന്ന് ഒറ്റയടിക്ക് നോക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടായിരിക്കും. അക്കൗണ്ടൻസി എങ്ങനെ പഠിക്കാം, എക്കണോമിക്സ് എങ്ങനെ പഠിക്കാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങനെ പഠിക്കാം, ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 15-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും 14-ാം തീയതി ട്രയൽ ക്ലാസ് ആണ് ഇത് നടക്കുക. ഓക്കെ, ആ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40+ ഡേയ്സ്, അതായത് 40 ദിവസത്തിൽ കൂടുതൽ എങ്ങനെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ്. +2-ലെ ഫസ്റ്റ് പോർഷൻസ് മുതൽ ലാസ്റ്റ് പോർഷൻസ് വരെ നിങ്ങൾക്ക് എടുത്ത് തരികയും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകളും, ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ എക്സാം പാറ്റേൺ മാറി വരികയാണ് അല്ലേ. ക്രിസ്മസ് എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നെങ്കിൽ എന്തൊരു ചെയ്യാം, മിസ്സിൻ്റെ ഈ ഒരു നമ്പറിലൊന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. +2 ക്രാഷ് ബാച്ച് ആണ്. +2 ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് A+ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സപ്പോർട്ട് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ എക്സാം കഴിയുമ്പോൾ ലാസ്റ്റ് ഒരാൾ വേണ്ടേ സപ്പോർട്ട് ചെയ്യാൻ? നമ്മുടെ സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ്, മാത്സ് ഒക്കെയാണ് നമ്മുടെ സബ്ജക്റ്റുകൾ കേട്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, +2നെ കുറിച്ച് ഒന്നും അറിയില്ല, +2 എങ്ങനെ പഠിക്കണം എന്നറിയില്ല, ടെൻഷനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. 15-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്. അപ്പോൾ ആ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ചേരുക. ഇനി നമുക്കൊരു 2 ഡേയ്സേ ഉള്ളൂ. കാരണം ഡേറ്റിന് മുന്നേ ചേർന്ന് കഴിഞ്ഞാൽ ആ ദിവസം മുതൽ പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നമുക്ക് പെർഫെക്റ്റ് സ്റ്റഡി ടേബിൾ ഉണ്ടായിരിക്കും. വേഗം പോർഷൻസ് അവസാനിപ്പിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന റിവിഷൻ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 10-20 ദിവസം കൊണ്ട് നമുക്ക് പോർഷൻസ് അവസാനിപ്പിക്കുകയും ഒക്കെ വേണം. കുറേ കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈവനിങ് സെക്ഷനിലായിരിക്കും നമുക്ക് മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പിന്നെ ഹോളിഡേയ്സ് വരുമ്പോൾ നമ്മൾ ഡേ ടൈമുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സും PDF നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ കൊമേഴ്സ് ബാച്ചിലെ കുട്ടികൾക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ, ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മിസ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ മോഡൽ എക്സാം 30 ഡേയ്സിൽ വരികയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആദ്യം നിങ്ങൾ മോഡൽ എക്സാം ആണ് ഫേസ് ചെയ്യുക അല്ലേ. അപ്പോൾ ആദ്യം മോഡൽ എക്സാം നിങ്ങളുടെ ടേബിളിലോ സ്റ്റഡി ടേബിളിലോ എങ്ങാനും വെക്കാം. ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. 17-ാം തീയതി സ്റ്റാറ്റി, 18-ാം തീയതി മാത്സ് ഇക്കണോമിക്സ്, 19-ാം തീയതി അക്കൗണ്ടൻസി CA, 20-ാം തീയതി ഇംഗ്ലീഷും മലയാളം ഒരുമിച്ചിട്ടാണ്, 21-ാം തീയതി ബിസിനസ് സ്റ്റഡീസ്. ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചേ പറ്റൂ. പിന്നെ എക്കണോമിക്സ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, ഇതൊക്കെ 2 എക്സാം ഉണ്ടായിരിക്കും. ഇപ്പോൾ മാത്സ് ഇല്ലാത്ത കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, അക്കൗണ്ടൻസി മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് എന്തുണ്ട്, ഓരോ എക്സാമുകളുള്ളൂ. അപ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ് നമുക്കിതിൻ്റെ ഇടയിൽ കയറി വന്നിരിക്കുന്നത് വില്ലൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷണൽ സബ്ജക്റ്റുകളേക്കാൾ കൂടുതൽ ഇക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ആദ്യം പഠിക്കേണ്ടത് ഇതൊക്കെയാണ്. ഇതെല്ലാം ഒരു 75% ഓക്കെ ആണെന്ന് നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം മിസ്സിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് എക്കണോമിക്സ് 11 പാടുണ്ട്. അതായത് മൈക്രോയും മാക്രോയും കൂടിയിട്ടാണ് കേട്ടോ മിസ് പറഞ്ഞത് 11 പാഠം.
അക്കൗണ്ടൻസി 10 പാടുണ്ട്. ഇതിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 6 പാടും, AFSകാരുടെ 6 പാടും, പാർട്ട് 1 4 പാഠം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് സ്റ്റഡീസ് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് ഡ്രോപ്പിംഗ് പോർഷൻ എല്ലാം കഴിഞ്ഞ് 8ാം ചാപ്റ്റർ കൺട്രോളിങ്ങും കഴിഞ്ഞ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അങ്ങനെ 11 പാഠം ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനുണ്ട്. ലാംഗ്വേജുകൾ രണ്ടും നോക്കുകയാണെങ്കിൽ അതിലൊക്കെ 5 യൂണിറ്റുകൾ കൂടുതലും 5 യൂണിറ്റും ഡെഫിനറ്റ് ആയിട്ടുണ്ട്. CA, സ്റ്റാറ്റി, മാത്സ്, പൊളിറ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ഒരു 12 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ പൊളിറ്റിക്സ് മാത്രം ഒരു 20 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റുകളും നമുക്ക് അത്യാവശ്യം പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് വെറും 30 ദിവസം മാത്രമാണ്. ഇതിലെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഒരു ദിവസം 1 അവറെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടേ. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് ഡെയിലി നമ്മൾ 1 അവറോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേസിൽ 3-4 അവർ പല ടൈപ്പുകൾ സബ്ജക്റ്റുകൾ നമുക്ക് ക്ലാസ് വെക്കുന്നുണ്ട്. ലൈവ് ക്ലാസ് ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അരമണിക്കൂർ ലേറ്റായി കയറാമെങ്കിൽ നിങ്ങൾ ആ അരമണിക്കൂർ മുന്നുള്ളത് നിങ്ങൾക്ക് അപ്പം നോക്കിയാൽ മതി. അപ്പം തന്നെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഒന്നും പഠിക്കാത്തവർക്കും ഒരു ആവറേജ് പഠിച്ചവർക്കും ഒക്കെ നമ്മുടെ ബാച്ച് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ജനുവരിയിൽ നമുക്കിപ്പോൾ ഈ ഒരു മാസത്തിൽ ഇനി ഒരു ജനുവരി 30-ാം തീയതി വരെ 15 ദിവസം നമ്മുടെ കയ്യിലുള്ള ഈ 15 ദിവസത്തിൽ നിങ്ങൾ എങ്ങനെ എന്തൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് മിസ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടൻസി നിങ്ങൾ പഠിക്കേണ്ടത് ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് 2 ബുക്കിൽ നിന്നായിട്ട് 4 ചാപ്റ്റേഴ്സ് അവിടെ പഠിക്കണം. അതായത് പാർട്ട് 1 നിന്ന് നോക്കുകയാണെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണറും അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, അപ്പോൾ 2 ചാപ്റ്റേഴ്സ് അതിലായി. പിന്നെ AFSകാർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ് നോക്കുക. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ലാസ്റ്റ് ഉള്ള 2 ചാപ്റ്റേഴ്സ്, അതായത് ഗ്നൂകാട്ടയുടെ ഏതെങ്കിലും 2 ചാപ്റ്റേഴ്സ് തിയറി നോക്കാം. ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ ഒരു 5 പാടെങ്കിലും ഈ 15 ദിവസം കൊണ്ട് പഠിച്ചിരിക്കണം. ഇത് ഏറ്റവും കുറവാണ് കേട്ടോ മിസ് പറയുന്നത്. 15 ദിവസം ഉണ്ട്. ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ പാഠത്തിന്റെ പകുതി പോർഷൻസ് പഠിക്കാം. അപ്പൊ എങ്ങനെ ഒരു 8 പാഠമൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. മാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം അതൊക്കെ നമ്മൾ ഇനി വീഡിയോസ് ചെയ്യും. പിന്നെ നമ്മുടെ ക്ലാസ്സിലും ബാച്ചിലും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. പിന്നെ എക്കണോമിക്സ് മൈക്രോയിൽ മാക്രോയിലും കൂടി ഒരു 6 പാഠം നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചേ പറ്റൂ. 15 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾ എത്ര പഠിക്കണം എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലാസ്റ്റത്തെ 5 പാഠം പഠിക്കുക. ലാംഗ്വേജസ് ഒരു ലാസ്റ്റ് 3 യൂണിറ്റിന്റെ സമ്മറീസ്, ഓൺലി സമ്മറി അറിയണവരെ അത് പഠിച്ച സമയം കളയേണ്ട. ബാക്കിയുള്ള മെയിൻ സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം 15 ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും കൂടിയിട്ട് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം? ഇവിടെ 4, 9, 9, 13, 10-20 പാഠത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ പഠിക്കാം. നിങ്ങൾക്കത് പറ്റുമോ? ടെൻഷനൊന്നും വേണ്ട, പറ്റും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഫെബ്രുവരി 1st വീക്ക് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 7-ാം തീയതി വരെ ബാലൻസ് പോർഷൻസ്, അതായത് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് അല്ല, ഫസ്റ്റ് പോർഷൻസ് ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് പോർഷൻസ്, അതായത് പകുതി വരെയുള്ള പകുതി പോർഷൻസ് മിസ് പറഞ്ഞില്ല. ലാസ്റ്റ് പോർഷൻസ് നമ്മൾ ഓൾറെഡി ജനുവരിയിൽ പഠിച്ചു. ഫെബ്രുവരിയിൽ 1st വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ലാസ്റ്റ് പോർഷൻസ് എല്ലാം നമുക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയോ? ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഓൺലി ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ വെയിറ്റേജ് അനുസരിച്ചിട്ട് പഠിക്കാം. പ്രോബ്ലംസ് ഉള്ള പാഠങ്ങൾ പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പഠിക്കാം. SA മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് 8 മാർക്ക് വരാവുന്ന പാഠങ്ങൾ ആദ്യം പഠിക്കാം. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററുകൾ നിങ്ങൾ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ മാക്സിമം കവർ ചെയ്തായിരിക്കും. ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 17-ാം തീയതി നമുക്ക് എക്സാം വരുമ്പോൾ ഒരു 70% നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി പ്രോബ്ലംസുകളായാലും ചാപ്റ്റേഴ്സുകളായാലും എല്ലാം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവില്ല. അപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്നാൽ 2 ദിവസം കൂടി ഉള്ളൂ നമുക്ക് അഡ്മിഷൻ. ആ 2 ദിവസം കൊണ്ട് പിന്നീട് നമ്മൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആണ് ഇട്ട് തരിക. നമുക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 15-ാം തീയതി മുതൽ നിങ്ങൾ പഠിക്കുന്നുള്ള കാര്യം മിസ്സിന് ഷുവറാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാം. പേഴ്സണലി നമുക്ക് ഇതുപോലെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളെ പ്രത്യേകം ഓരോ പാഠങ്ങൾ മരിച്ചു പെറുക്കി പഠിപ്പിക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഒരു റിസൾട്ട് +2ത്തെ റിസൾട്ടാണ്. ആ +2 റിസൾട്ട് നിങ്ങൾ അനാവശ്യമായ ടൈം ഒരിക്കലും കളയില്ല. അപ്പോൾ ഒരു പാഠത്തിൽ നിന്ന് കുറേ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊന്നും നിങ്ങൾക്ക് എടുക്കില്ല. നിങ്ങൾക്ക് എക്സാമിന് ഷുവറാന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ കവർ ചെയ്തിരിക്കും. പിന്നെ നമ്മളെ മോഡൽ എക്സാമിൻ്റെ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടാവും. അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ എക്സാമിൻ്റെ സമയം കഴിഞ്ഞാൽ മോഡൽ എക്സാം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനൽ എക്സാമിനുള്ള എല്ലാം നിങ്ങൾക്ക് ആക്കി തരികയാണ് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് ചെയ്യണം എന്നുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് മിസ്സിന് കോൺടാക്ട് ചെയ്യുക.
നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ സംശയങ്ങളും മിസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ കവർ ചെയ്യുക, ഓരോ പോർഷൻസുകൾ കവർ ചെയ്യുക. നിങ്ങൾക്ക് ടഫുള്ള ഭാഗങ്ങൾ മാത്രം അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാൻ 30 ദിവസം മോഡൽ എക്സാമിനുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെന്നുള്ള ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.